ഈ സാധനം നമ്മുടെ കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷേ ബെൻസാണ്. കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഫ്രണ്ട് കാണുമ്പോൾ ഏകദേശം കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സാധനം ബെൻസാണ്. കണ്ടില്ലേ, മെഴ്സിഡീസ് ബെൻസ് 240D കണ്ടില്ലേ. ഇതും ഏകദേശം ഞാൻ പറഞ്ഞ പോലെ സാധനം ബെൻസ് തന്നെയാണ്. മസിൽ കാർസാണ്, ഇതെല്ലാം മസിൽ കാർസാണ്. ഇനി വരുന്ന ഹൈ ഗൈസ്, ഇപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു മൈസൂർ ട്രിപ്പിലാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൈസൂർ ട്രിപ്പിൽ നിന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പയാനാണ്. പയാന മ്യൂസിയം അല്ലേ, നമ്മുടെ കാർ മ്യൂസിയം. ഗൂഗിളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് പയാന മ്യൂസിയം എന്ന് പറയും. പക്ഷേ എനിക്കിത് വർത്തായിട്ട് തോന്നുന്നു. കാരണം എന്നുള്ള ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആ മ്യൂസിയത്തിലുള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മ്യൂസിയം, പയാന മ്യൂസിയം. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഹോട്ടലാണ്. അവിടെ ഒരു ടീ ഷോപ്പുണ്ട്, ഒരു ടീ ഷോപ്പ് കാണുന്നുണ്ട് അവിടെ. ഏകദേശം മറ്റേ ഒരു ഫോഴ്സിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ഹൈലൈറ്റ്, 8 കാലി കാറ്. എങ്ങനെയുണ്ട് 8 കാലി കാർ? കുറേ ദിവസം കഴിഞ്ഞ് വീഡിയോ ചെയ്യുന്നൊരു ഇതൊക്കെ കാണും, പക്ഷേ ഒന്ന് ക്ഷമിക്കട്ടോ ഗൈസ്. എൻട്രി wow guys, I like this. ഇത് 1800 ഇറങ്ങിയ വണ്ടികളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ബുള്ളോ ഓപ്ഷൻ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിൽ അതിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതും. ഇതെല്ലാം അങ്ങനെയുള്ളതാണ്. ഇത് കണ്ടില്ലേ, പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണുന്നത് കണ്ടില്ലേ, എൻജിൻ്റെ ഓരോ കാർബറേറ്ററും, SU കാർബറേറ്റർ, ഡൈനാമോൻ്റെ ഓരോ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നമുക്കെല്ലാം കാണാൻ കഴിയും. ഈ സ്ഥലം ഉണ്ടല്ലോ കറക്റ്റ് മറ്റേ ഒരു എന്തൂസിയാസ് എന്ന് പറയില്ലേ, അവർക്കുള്ളൊരു അടിപൊളി സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ടർബോ ചാർജർ ഇതാക്കിയിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, കാരണം ടർബോ ചാർജറിൻ്റെ ഓരോ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. ശരിക്കൊരു കാർ എന്തൂസിയാസ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു വേർത്ത് തന്നെ നമ്മൾ പറയും. അമ്മാരുള്ളതാണ്. ഇതാണ് ഫ്യൂൽ പമ്പ് കേട്ടോ, മെക്കാനിക്കൽ ഫ്യൂൽ പമ്പാണ്. സ്റ്റീറിംഗ് ഗിയർ ബോക്സ് അല്ല, അകത്ത് ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. വാവ്, സൂപ്പർ. കാറിൻ്റെ ചെയ്സാണ്, പഴയ പണ്ടത്തെ കാറില്ലേ, ആ കാറിൻ്റെ ചെയ്സാണ് ഇതൊക്കെ. ഇത് വന്നിട്ട് എൻജിൻ, 4 സ്ട്രോക്ക് എൻജിൻ. ഇതാണ് 4 സ്ട്രോക്ക് എൻജിൻ്റെ പഴയ രൂപം ആണ് തോന്നുന്നു. ഇതാണ് 2 സ്ട്രോക്ക് എൻജിൻ ഗൈസ്, അതല്ലേ. വാവ്, ടർബോ ചാർജർ എൻജിനാണ് തോന്നുന്നു, എനിക്കൊരു വലിയൊരു ഐഡിയ ഇല്ല. ഇതാണ് മറ്റേ ഇതും ഏകദേശം അത് ആ റേഞ്ചിലുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ മറ്റേ രഥം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിൽ കിട്ടുന്ന സാധനമാണ് ഈ സാധനം. ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് വരുന്ന ഓരോ സാധനങ്ങളാണ്. ഇത് നമ്മളെ സിനിമകൾ മാത്രം കണ്ടുവരുന്ന ഓരോ സാധനമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഗൂസ് ബംസ് എന്ന് പറയില്ല, അങ്ങനെ ഒരു ഫീലിംഗ് വരിക. വണ്ടീൻ്റെ നമ്പർ ഉണ്ടല്ലേ, 2000. എപ്പോഴത്തെ ആണെന്നുള്ളത് അറിയില്ല. ഇത് കണ്ടില്ലേ, ഈ വണ്ടിയല്ലേ 9025 മോഡലാണ്. അത് കഴിഞ്ഞ് അടുത്തത് വന്നിട്ട് ഈ സാധനം വന്നിട്ട് ഇത് ഫിയറ്റാണ് ഗൈസ്. ഫിയറ്റിൻ്റെ ഓരോ ഇതാണ്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, 6 സിലിണ്ടർ ഇൻലൈൻ എൻജിനാണ്, സൈഡ് വൈസ് എൻജിനാണ്. ഇതിൻ്റെ നമ്പറാണ് 5051 നമ്പർ. 1929 കാറാണ്.
ഏതാ മോഡൽ ഏതാ? ഇത് ഒപ്പലാണ് ഗൈസ്, ഒപ്പൽ കണ്ടില്ലേ? എന്ത് കണ്ടില്ലേ ഈ സാധനം? ഹൗ ഇസ് ഇറ്റ് ഗൈസ്? ഹൗ ഇസ് ഇറ്റ്? അല്ല ഇതും ഒരു ഫോർഡിൻ്റെ ഒരു മോഡലാണ്. ഫോർഡ് 1946 മോഡലാണിത്. ഫോർഡ് പെർഫെക്റ്റ് കൊണ്ട് മോഡലാണ് കണ്ടില്ലേ? മോറിസ് സീരീസ് ഇ, സീരീസ് ഇ. കപ്പൽ ഗായ്സ്, കപ്പൽ ക്യാമറ തന്നെ തികയുന്നില്ല, അമ്മാതിരി കപ്പലാണത്. 551 നമ്പർ. ഇതൊക്കെ ഇവർ എവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ? ഹുഡ്സൺ നമ്പർ. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അല്ല മറ്റേ GTA വൈസ് സിറ്റിയിൽ മറ്റേ നമ്മൾ വൈസ് സിറ്റി കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ കാറുകളൊക്കെ കണ്ടൊരു ഏകദേശം ഇതുപോലുള്ള കാറുകളൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ടാവും. പക്ഷേ സാധനം അത് സൂപ്പറായിട്ടുണ്ട് കഴിച്ച സാധനം. പക്ഷേ ഇതൊരു വെർത്തായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൈസൂറിലാണ്. മൈസൂറിൻ്റെ പൈക്കാറ മ്യൂസിയത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇത് ബഗ് സീരീസ് 50 സൂപ്പർ. ഈ വണ്ടിയില്ലേ, ഈ വണ്ടി കാണാൻ എങ്ങനെയുണ്ട്? ഇത് രാജാക്കന്മാർ ഓടിച്ച് ഇതിൻ്റെ ആ കാലത്തിൽ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കണ്ടില്ല ഗൈസ്, 85 കിലോമീറ്റർ മാത്രമേ ടോപ്പ് സ്പീഡ് പോകുള്ളൂ. ഇല്ല, 85 മൈൽ പെർ അവർ, 137 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ഈ വണ്ടിക്ക്. നമുക്ക് കാണാൻ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതിലായിരിക്കില്ല. കാരണം പഴയ കാലത്ത് ഇത്രയും ടെക്നോളജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണേ. ജാവയുടെ പഴയ സാധനം 1964 മോഡൽ. ഞാൻ പുറത്ത് ഒരാളുടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഇത് നോക്കിയേ. ഗൈസ്, ഇത് കാറ് മാത്രമല്ല ഇത് രാജദൂതിൻ്റെ ഒരു ഇതാണ്. രാജദൂതിൻ്റെ പഴയ ഇതാണ്. ഇത് ട്രംപാണ്. ട്രംപ് നമ്മളിപ്പോൾ മറ്റേ റോക്കറ്റ് ജീറ്റ് അങ്ങനെയുള്ള പുതിയ വണ്ടി കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമുക്കിതൊക്കെ ഒരു പഴയൊരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. എക്സ്പ്ലോറർ, കുറേ വണ്ടികളുണ്ട്. ഇത് മറ്റേ ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് മറ്റേ ഏതോ സിനിമയിൽ ധനുഷർ ഓടിച്ച് വരുന്ന വണ്ടി പോലെ ഉണ്ട്. നോക്കില്ലേ, ഇത് ഗിയർ ഉണ്ടല്ലേ, ഇതിൻ്റെ ഗിയർ നോബൊക്കെ ഉണ്ടല്ലേ. രാജ്ദൂതാണ് കാഴ്ച. ഈ കാണുന്ന സാധനം രാജ്ദൂതാണ്. രാജ്ദൂതിൻ്റെ 1984 മോഡലാണ് ഈ സാധനം കാണുന്നത്. ഇത് റോയൽ എൻഫീൽഡ് 1983 മോഡൽ. ഇത് നമ്മുടെ അവിടെ കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പെട്രോൾ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനല്ല. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ മാക്സിമം പെട്രോൾ എഞ്ചിനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ ചേതക്കാണ്, പഴയ ചേതക്കാണ് ഈ സാധനം ഉണ്ടല്ലേ. ഇത് കൈനറ്റിക് ഹോണ്ടയുടെ വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു സാധനം. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ വണ്ടി. എൻ്റെ ഉമ്മയുടെ വാപ്പാൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയാണത്, കൈനറ്റിക് ഹോണ്ടയിലെ വണ്ടി. വാവ് ഗായ്സ്, ഈ സാധനം കണ്ടില്ലേ? ഇതേതാ വണ്ടി? ഇത് സിട്രി വണ്ടിയാണ് ഗായ്സ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനം സിട്രി വണ്ടിയാണെന്ന് പറയുമ്പോൾ. ഓക്കെ, ടോർക്ക് കണ്ടില്ലേ, 119 NM ഓഫ് ടോർക്ക് സാധനം. ആ കാലത്ത് ഇമ്മാതിരി ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ഹിൽമാൻ, ഇത് ഹിന്ദുസ്ഥാൻ. ഇത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വണ്ടിയാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പറയില്ലേ, ആ സ്വന്തം വണ്ടിയാണ് ഈ സാധനം. ഇതും ഹിന്ദുസ്ഥാൻ്റെ വണ്ടിയാണ്. ഇത് ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. ഈ വണ്ടി ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്ററാണേ. ഇതും ഹിന്ദുസ്ഥാൻ അംബാസഡർ. നമ്മുടെ ഇപ്പോൾ സിനിമകളിലൊക്കെ, പഴയ സിനിമകളിലൊക്കെ മറ്റേ മിനിസ്റ്റർമാർ വരുന്ന വണ്ടി ഏകദേശം ഈ വണ്ടിയാണ്. ഇത് ഏകദേശം ഇത്
ഇയറോ ഇത് കണ്ടില്ലേ, ഡീറ്റെയിൽസ് കണ്ടില്ലേ? ഈ സാധനത്തിന് 1499 CC ഉണ്ട്. 89 CC സോറി 89 CC ഉണ്ട്. ഇതും സ്റ്റാൻഡേർഡ് 1955 വണ്ടിയാണത്. അടിപൊളിയായിട്ട് ഈ സാധനം വേറെ ലെവലായിരുന്നു. വെറുത്താണ്. അപ്പോൾ മൈസൂർ ടൂർ വരുന്ന ആൾക്കാരോ ട്രിപ്പ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് വെറുത്താണ് ട്രൈ ചെയ്യുക. ഇതൊന്ന് ചവർലെറ്റിൻ്റെ ബെൽ എയർ വണ്ടി. പക്ഷെ ഇതിൻ്റെ ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 2 ഗ്ലാസ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയതായിരിക്കും. ഇതിൻ്റെ ഗ്ലാസും ബ്രേക്ക് ആയിരുന്നു. പക്ഷെ പഴയ സാധനം റിക്കവർ ചെയ്തെടുക്കുമ്പോൾ ഗ്ലാസ് ചിലപ്പോൾ കിട്ടിയെന്ന് വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക്. അതുകൊണ്ടായിരിക്കും. മേ ബി കാണുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്കത്. ഇതുണ്ടല്ലേ 1955 മോഡലാണ് ഈ സാധനം. വാവ്, ഇതെൻ്റെ ഇഷ്ടപ്പെട്ട സാധനം. കോണ്ടസ് തന്നെയല്ലേ? അല്ല കോണ്ടസ് അല്ല, ഇത് പ്ലേമോർ. കാണുമ്പോൾ കോണ്ടസ പോലത്തെ ഒരു ഏകദേശം ഒരു ഫീലിംഗ് വരുന്നുണ്ടല്ലേ? ഇത് നിങ്ങൾ GTA Vice Cityയിൽ കാണുന്ന ആ കാറാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ 404 96 ഇറങ്ങി 404 സാധനമാണ് ഇത്. ഇതൊക്കെയാണ് ഗൈസ് കാർ എന്ന് പറയുന്നത്. ഈ പുതിയ കാലഘട്ടത്തിലുള്ള കാറ് കണ്ടിട്ട് നമ്മൾ ഇത് കാണുമ്പോണ്ടല്ലോ, ഈ ഒരു ഫീലിങ്ങിന് വേറെ ഫീലിംഗ് ആണെന്ന് തന്നെ പറയാം. ഇത് കാണുന്നുണ്ടല്ലോ ഗൈസ്, കണ്ടില്ലേ? ഇതാണ് ചവർലെറ്റ് ഇമ്പല്ല വണ്ടി. എങ്ങനെയുണ്ട് ഗൈസ് ഈ സാധനം കാണുമ്പോൾ? അടിപൊളിയായിട്ടില്ലേ? അടിപൊളി എന്ന് തന്നെ പറയാം. നോക്കി ഗൈസ്, ഇത് കാണും. ഹിൽമാൻ ഹണ്ടറാണിത്. അത് ഒപ്പല്ലേ ഈ വണ്ടി? വാവ്, ഇത് ഒപ്പലാണിത്. കാണുമ്പോൾ ഇതുണ്ടല്ലേ, നമ്മൾ മറ്റേ ഇതിൽ കാണുന്നില്ലേ ഏറ്റവും ഒരു സസ്പെൻഷൻ്റെ ഒരു രീതിയിൽ, അത് ശരിക്കും ഒപ്പലിൻ്റെ വണ്ടികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുണ്ടെങ്കിലുള്ളത് അത് എനിക്കറിയില്ല. ഒപ്പലിൻ്റെ വണ്ടികളുടെ സസ്പെൻഷൻസൊക്കെ വേറെ ലെവലാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഡീറ്റെയിൽസ് കണ്ടില്ലേ? 1965 ഇറങ്ങിയ മോഡലാണ് ഈ സാധനം. മസിൽ കാറാണ്. ഇതും സ്റ്റാൻഡേർഡ് സ്റ്റഡ് ബ്രേക്കർ ചാമ്പ്യൻ അല്ലേ ഈ സാധനം. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം പഴയ അംബാസഡറിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട് സാധനത്തിന്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കാറുകളൊക്കെ. മറ്റേ പാരാഗ്ലൈഡിങ്ങിൽ പോകുന്ന സാധനം പോലില്ലേ, പാരാഗ്ലൈഡിങ് ഏകദേശം അതാണെന്നാണ് എൻ്റെ ഒരു ഇതൊക്കെ ഈ സാധനം. ഇത് സ്കോഡാണിത്. ഈ സാധനം സ്കോഡയാണിത്. പക്ഷെ കാണുമ്പോൾ അറിയുന്നില്ലല്ലോ പണ്ട് കാലത്തെ കാറ്. പക്ഷെ എന്തോ ഒരു ഹൈറ്റ് കുറഞ്ഞിരിക്കുന്ന പോലെയല്ലേ ഈ സാധനം. ഉള്ളിലേക്ക് ഹൈറ്റ് ഉണ്ട്. ഓക്കെ. പക്ഷെ ഇതിങ്ങനെ പോണ വഴിയാണ്, നമ്മളിതിന് പോണ വഴിയാണ്. ഇതിൻ്റെ മേലാണ് ഈ പാരാഗ്ലൈഡിങ് ഈ സാധനം. ഇത് നമ്മളിങ്ങനെ പോണ വഴി തന്നെ അടിപൊളി ഇതായിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എത്ര ലെങ്ത്ത് വരുന്നുള്ള അറിയില്ല, കാരണം ഞാനിത് ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈസൂർ വന്നതിനേക്കാളും ഇപ്രാവശ്യം മൈസൂർ വന്നപ്പോൾ വരുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഐ എം സോറി, കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റില്ല. പക്ഷേ വരുന്ന വഴി ട്രിപ്പ് വേറെ ലെവലായിരുന്നു എന്നെ പറയാം നമുക്ക്. പക്ഷേ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ മൈസൂർക്ക് ബൈക്കിൽ വരണം ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും മൈസൂർക്ക് ബൈക്കിലാണ്. പക്ഷേ അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ് വന്നത്. 4 നമ്മുടെ ചെക്കന്മാർ തന്നെയാണ്. 4 പേരാണ് നമ്മൾ പ്രാവശ്യം ബൈക്കിൽ, 2 ബൈക്കിലായിട്ട് 4 പേര് വന്നത്. പക്ഷേ ആ ട്രിപ്പ് വേറെ ലെവലിനാണ് കഴിച്ചു. പക്ഷേ എനിക്കിത് ഈ ട്രിപ്പിൽ മറക്കാൻ കഴിച്ചത് കാണുന്നുണ്ടത് അടുത്ത് പോയി കാണിച്ചിടാം. പക്ഷേ എനിക്ക് ഈ ട്രിപ്പിൽ മറക്കാൻ പറ്റാത്ത കാര്യം എന്താ അറിയോ, മറ്റേ ബന്ദിപ്പൂറിന് മുമ്പ് ഒരു ഫോറസ്റ്റ് എന്താണത്, മുതുമല ടൈഗർ റിസർവ്. ആ മുതുമല ടൈഗർ റിസർവിൽ വെച്ചിട്ടാണ് വലിയൊരു ആന ഞങ്ങളുടെ നേരെ തുമ്പിക്കൈ നീട്ടി വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ഇതായിട്ടിടാം, ഒരു റീലായിട്ടോ ഷോർട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടാം. കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ചേതക്കിൻ്റെ പഴയ മോഡലുള്ള വണ്ടികളാണ്.
സേതക്കിൻ്റെ പഴയ മോഡലുള്ള വണ്ടികൾ ഇതിനെ കണ്ടില്ല. എൻട്രി ഈ വഴിയാണ് എൻട്രി എന്നുള്ളൊക്കെ അവർ കാണിച്ചു നിൽക്കുന്നത്. ഇത് കണ്ടില്ല. ഇത് വണ്ടീൻ്റെ മറ്റേ വീൽ ഡ്രമ്മാണ് കേട്ടോ. വീലിൽ വയ്ക്കുന്ന ആ ഡ്രമ്മില്ലേ, ആ ഡ്രമ്മാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, ഇത് മറ്റേ ആർമി ട്രക്കില്ലേ, ആ ഒരു ഇത് കാണുമ്പോൾ ആർമി ട്രക്കിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല, ഫീൽ കിട്ടുന്നില്ല എനിക്ക്. ഇത് കണ്ടില്ലേ ട്രാക്ടർ. ഇത് നമ്മൾ അപ്പുറത്ത് കൂടെ വരുമ്പോൾ നോക്കാം. ട്രാക്ടർ. ഈ സാധനം കണ്ടില്ലേ, ഇതും ഒരു ട്രക്കാണ്. പക്ഷേ ഇതല്ല, മറ്റേ ഇതുപോലത്തെ ട്രക്കുകളല്ല, ചേസിങ് ഇതായിട്ടുള്ള ട്രക്കുകളല്ല. ഇതൊരു ട്രക്കാണ്, നല്ല വാന് പറയും നമ്മൾ, വാന് പോലത്തെ ട്രക്കാണ്. ഷവർലെറ്റിൻ്റെ മിലിറ്ററി വാനാണിത്. ഷവർലെറ്റിൻ്റെ മിലിറ്ററി വാനാണ്. ഓക്കെ, സോറി. ഇത് കണ്ടില്ലേ ഗൈസ്, മറ്റേ പീരിങ്ങാണോ? അല്ലല്ലോ, അതിൻ്റെ ഇത് കണ്ടില്ലേ, മറ്റേ ആർമീൻ്റെ ആ ട്രക്കിൻ്റെ അവസാനം ആർമി ട്രക്കാണെന്നാണ് എൻ്റെ ഒരു ഇത്. ആ ഒരു ഇത്, ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും. ഇത് പിക്കപ്പ് ട്രക്കാണ്. ഇതൊരു പിക്കപ്പ് ട്രക്കാണെന്നാണ് കാണിക്കുന്നത്. ആ പിക്കപ്പ് സൈഡ് നോക്കിയപ്പോൾ ഫ്രണ്ട് നോക്കിയപ്പോൾ കണ്ടില്ല, പിക്കപ്പാണ്. നമ്മുടെ ഒരു ബൊലേറോ ഒക്കെ അല്ലേ ഇപ്പോഴത്തെ പിക്കപ്പ് ബൊലേറോ, അതിൻ്റെ ഒരു ടൈപ്പാണിത്. ഇതും ഏകദേശം പിക്കപ്പാണ്. ഇത് മറ്റേ ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ പാണ്ടിലോറി ഇല്ലേ, നമ്മൾ പാണ്ടിലോറി എന്ന് പറയില്ലേ, ആ സാധനം. ഇതും ഏകദേശം ആ ഒരു റേഞ്ചിൽ ഇതാണ്. പക്ഷേ ഇത് ടാറ്റയിലെ ഫോർഡാണ്. ഇതുണ്ടല്ലേ, ഫോർഡിൻ്റെ ട്രക്ക് V8 ആണ് കേട്ടോ ഗൈസ്. ഇത് ഫോർഡിൻ്റെ ട്രക്ക് V8 ആണ്. ഇത് ടാറ്റ, ഇതും ടാറ്റയുടെ ട്രക്കാണിത്. ഈ സാധനം നമ്മൾ പാണ്ടിലോറി എന്ന് പറയുന്ന സാധനം. നിസാൻ്റെ വണ്ടി. ഇത് നമ്മൾ മറ്റേ മാരുതി സുസുക്കി എക്സ്ട്രീമിൻ്റെ ഏകദേശം സൈഡിൽ നോക്കുമ്പോൾ എക്സ്ട്രീമിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷേ എക്സ്ട്രീമിൻ്റെ ഇതില്ല. പക്ഷേ ഈ ഓർഡിനറി അടുത്തൊരു എന്താ അടുത്തൊരാളുടെ പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ ആളുടെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടി ആകാനാണ് സാധ്യത, നിസാൻ്റെ വണ്ടി. ഇതുകൊണ്ടില്ലേ ഈ സാധനം, ഇത് ഫിയറ്റ് തന്നെയാണ്. ഫിയറ്റിൻ്റെ എലഗൻ്റ് എന്ന് പറയുന്ന മോഡലാണ്. ഇതും ഫിയറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കട്ടെ. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിയറ്റ് ആണ്. ഫിയറ്റ് 1100. നമ്മൾ മറ്റേ നോക്കിയ 1100 അല്ല, അങ്ങനത്തെ ഒരു മോഡലാണ് ഈ സാധനം. ഇതും ഫിയറ്റിന് 1100 ആണ്. പക്ഷേ രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ ഇതില്ലേ വൈസർ വിങ്സ്, അത് മാത്രം ഒന്ന് ഇത് വ്യത്യാസമുണ്ട്. ഇതും ഫിയറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതും ഫിയറ്റ് തന്നെയാണ്. ഫിയറ്റ് ഡിലൈറ്റ് എന്ന് പറയുന്നൊരു സാധനമാണിത്. 1100. ഇതും 1100 തന്നെയാണ്. കപ്പലുകൾ ഇനിയാണ് കപ്പലുകൾ വരാൻ പോകുന്നത്. ബെൻസ്. ഇത് ബെൻസിൻ്റെ പഴയ മോഡലല്ലേ, നമ്മൾ മറ്റേ നിങ്ങൾ GTA സാൻ ആൻഡ്രിയാസ് കളിച്ച ആൾക്കാരാണെങ്കിൽ ഏകദേശം ഇത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലാക്കണം. ഈ സാധനം നമ്മുടെ കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷേ ബെൻസാണ്. കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഫ്രണ്ട് കാണുമ്പോൾ ഏകദേശം കോൺഗ്രസയുടെ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സാധനം ബെൻസാണ്. കണ്ടില്ലേ, മെഴ്സിഡീസ് ബെൻസ് 240D. ഇത് കണ്ടില്ലേ, ഇതും ഏകദേശം ഞാൻ പറഞ്ഞ പോലെ സാധനം ബെൻസ് തന്നെയാണ്. മസിൽ കാർസാണ്, ഇതെല്ലാം മസിൽ കാർസാണ്. ഇനി വരുന്നതാണ് നമ്മുടെ സാധാരണ ബെൻസ്. ഇത് സാധാരണ നമ്മുടെ ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ബെൻസാണ്. ഇത് ബെൻസിൻ്റെ ക്ലാസ് E ആണ്. 2008 മോഡലാണ്. ക്ലാസ് E ആണ് ബെൻസിൻ്റെ. ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഓരോ രജിസ്ട്രേഷനിൽ നമ്മൾ ആദ്യം കണ്ട ബെൻസ് മാത്രം MEZ എന്ന് പറഞ്ഞ രജിസ്ട്രേഷനാണ്. ബാക്കിയെല്ലാം കർണാടക രജിസ്ട്രേഷൻ തന്നെയാണ്. കണ്ടില്ലേ, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് BMW. എനിക്കിഷ്ടപ്പെട്ട കാറുകൾ ഏറ്റവും ഫേവറേറ്റുള്ള ബ്രാൻഡാണ് BMW. പക്ഷേ ഈ സാധനം 1963 മോഡലാണ്. 1963 മോഡലിൻ്റെ ഒരു ഇതാണ് BM ആണ്. പക്ഷേ ഇതും ഏകദേശം ഇതാണ്. പക്ഷേ ഈ സാധനം കാണുമ്പോൾ ഈ BMൻ്റെ ചിഹ്നം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് വേറെ ഏതെങ്കിലും കാറാണെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട് BMൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇത് ജാഗ്വറാണ്. ഇത് ജാഗ്വറാണ്. ഈ പുതിയ കാലത്ത് ജാഗ്വറിനും ഈ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി അടിപൊളിയായിട്ടുണ്ടാവും. കപ്പലുകളുടെ ലോകത്തേക്ക് വന്ന പോലെ ഉണ്ട്. 2005 മോഡൽ വണ്ടിയാണ് ഈ സാധനം. ഇതും ഇതേതാ വണ്ടി,
ഇതേതാ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. കാഡ്ലാക്കാണോ? സിമ്പിൾ ഏതാ? കാഡ്ലാക്കാണോ? ഏതാ നെയിം? ആ കാഡ്ലാക്ക് V2 എന്ന് പറഞ്ഞ മോഡലാണ് ഈ സാധനം. കണ്ടില്ലേ? ഇത് ഞാനൊരു ഏതോ ഒരു ഗെയിമിൽ കണ്ട പോലൊരു ഓർമ്മ ഈ കാറിനെ. ഇത് മാസ്ഡ ആണോ? ഇത് മാസ്ഡ. ഇതൊരു ഗെയിമിൽ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട് ഈ സാധനത്തിന് എനിക്ക്. പക്ഷേ ഏത് ഗെയിമിലാണ് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഗെയിം കളിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. മാസ്ഡ ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതും ഏകദേശം ഇതിൻ്റെ ബാക്കാണ് സീൻ. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാൻ വേണ്ടി മറന്നു. കണ്ടില്ലേ? വാവ്, സൂപ്പർ കാർ. ഇതിൻ്റെ ബാക്ക് കാണുമ്പോഴാണ് രസം. ആ ഒരു സ്വൈങ് എന്ന് പറയുന്ന മോഡലാണ്. ഇത് ടൊയോട്ടോ എഞ്ചിനുകളുടെ രാജാവ് എന്ന് പറയില്ലേ, ടൊയോട്ടോ കൊറോളോ 1.6 ലിറ്റർ എഞ്ചിൻ്റെ പഴയ മോഡലാണ്. 1990 മോഡലാണ്. ഇത് നമ്മുടെ അംബാസഡർ, സ്വന്തം ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ അംബാസഡർ എയർഫോഴ്സ് എന്നാണ്. ഇതും ഏകദേശം ഇത് അംബാസഡർ അല്ലല്ലോ, ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സാണ്. അല്ല, പക്ഷേ പിന്നെ എൻ്റെ ഫേവറേറ്റ് കോണ്ടസാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും കോണ്ടസയാണ് കാര്യം എന്താണ്. കാരണം ആ ഫ്രണ്ടിൽ ആ കേവി ലുക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സാധനമില്ലേ, ഈ സാധനം ഞാൻ മറ്റേ സ്കൂബിഡേ അല്ല എന്തത് ആ ഒരു ഡോഗിൻ്റെ ഒരു ഇതില്ലേ ഒരു കാർട്ടൂൺ വരുന്നില്ലേ, ആ കാർട്ടൂണിൽ കണ്ടത്. ഇത് ടെമ്പോൻ്റെ ഏതോ സാധനം. ഇത് മറ്റേ ഏതോ ഇതിൽ കണ്ടാണ്. പക്ഷേ ഇത് ഫോഴ്സാണ്. നമ്മൾ അതിൽ കണ്ടത് വോക്സ് വാഗൻ എന്നോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതും അടിപൊളി കാറാണ്. ഒരു കയ്യിലൊതുങ്ങിയ ഒരു ചെറിയൊരു കാർ, നമ്മുടെ മാരുതി 800 പോലുള്ള ഒരു കാറാണ്. മാരുതി 800 ബാക്കിൽ 800 പഴയ മോഡൽ കണ്ടില്ല കാർ. ഇതൊക്കെയാണ് കാറുകൾ എന്ന് പറയുമ്പോൾ. നമ്മളെ പുതിയ കാറുകളുടെ ലോകത്തേക്ക് ഈ പഴയ മെക്കാനിക്കൽ സിസ്റ്റംസ് മാത്രമുള്ള കാറുകൾ വരുമ്പോണ്ടല്ലോ, ആ കാറുകൾക്ക് തനിയായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എംപയർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാരുതി 800. 1985 മോഡലുള്ള മാരുതി 800 ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതും ഇതേതാ വണ്ടി? ഫിയറ്റാണോ? പക്ഷേ ഇത് 2 പേർക്ക് മാത്രം പോകാനുള്ളൊരു വണ്ടിയാണ്. ഇതേപോലെ ഏകദേശം ഇപ്പോൾ ഒരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഫിയറ്റ് അല്ല ഗൈസ്, എനിക്ക് തെറ്റിയതാണ്. റവ ഇലക്ട്രിക് ഗൈസ്. ഇത് 2008 ഇറങ്ങിയ ഇലക്ട്രിക് കാറാണ്. 2008 ഇറങ്ങിയ ഇലക്ട്രിക് വണ്ടിയാണ്. ഇത് നമ്മുടെ JCB അല്ല, ഇത് ഇതിന് ട്രാക്ടറാണ് ഗൈസ്. ഇത് ഫീൽഡ് മാർഷൽ ട്രാക്ടർ. മാർഷലിൻ്റെ നമ്മൾ മറ്റേ ആ സ്പീക്കർ കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് മാർഷലിൻ്റെ ഒരു വണ്ടിയാണ്. മാർഷലിൻ്റെ ഇതാണ് ഒരു ട്രാക്ടറാണ്. ഇത് നമ്മളിതിന് കാരണം JCB എന്ന് പറയുന്നില്ല. ഇത് ശരിക്കും JCB അല്ല, ഇതൊരു ശരിക്കൊരു ട്രാക്ടറാണ്. പക്ഷേ JCBയുടെ സംഭവമില്ല, അതൊരു കമ്പനിയാണ്. JCB ഒരു കമ്പനിയാണ്. ആ കമ്പനീൻ്റെ ഏതൊരു ഇതാണ് ഇത് എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇതാണ് ഗൈസ് മറ്റേ പയാനയുടെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ മോഡേൺ കാർസിൻ്റെ മോഡേൺ കാർസ് ആ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതേതാ വണ്ടി? ഇത് ടൊയോട്ടോ അല്ലേ? മിസ്തുബിഷി അല്ലേ? മിസ്തുബിഷിയുടെ ലാൻസറാണോ അത്? ഗൈസ് 1998 മോഡൽ മിസ്തുബിഷിയുടെ ലാൻസറാണ് ഈ കാണുന്നത്. ഇത് ടൊയോട്ടോ RAV4. ഇതാണ്. സൈഡ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടില്ലേ, ഹുണ്ടായി സോണറ്റ ഗോൾഡ്. ഹുണ്ടായി സോണറ്റ ഗോൾഡാണ്. പക്ഷേ ആ ഫ്രണ്ടിലത്തെ ഈ സാധനം കാണുമ്പോൾ നമുക്ക് ആ ജാഗ്വാറിൻ്റെ ആ സിമ്പിൾ പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ജാഗ്വാറിൻ്റെ അല്ല, ഹുണ്ടായാണ്. റോവർ മോണ്ടെഗോ വണ്ടി കുറച്ച് പഴയ മോഡൽ, നല്ലൊരു അത്ര ഒരു ഇതില്ലാത്തല്ല സോറി, ഒരു പഴയ തുരുമ്പ് പിടിച്ചൊക്കെ കാണുമ്പോൾ പഴയ മോഡൽ പോലെ തോന്നുന്നുണ്ടാവും. പഴയ തന്നെ ഓൾറെഡി. ഡേവു. ഇങ്ങനെയൊക്കെ കമ്പനി ഉണ്ട് ഇവിടെ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ബാക്കിൽ കണ്ടില്ലേ, ദ കിങ് ക്വാളിസ്
ക്വാളിസിലത്. യെസ് ഗൈസ്, ടൊയോട്ടോയുടെ ക്വാളിസ്. ഇപ്പുറത്ത് കിടക്കുന്ന ഏതാണെന്ന് അറിയോ? അതേതാ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം മാരുതിയുടെ 800 ആണെന്നാണ് തോന്നുന്നത്. കാണുമ്പോൾ 800 പോലെ ഉണ്ട്. യെസ്, മാരുതി 800 2000. ഈ കാർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. 2000 മോഡൽ കാർ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 800 ഉണ്ടായിരുന്നു ഈ കാർ. ഞാൻ ആ മൂപ്പരായിരുന്നു വാങ്ങി. ഞാനത് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി വേറെ ലെവൽ ഫീലാണ്. കാരണം ഇപ്പോഴും മൂപ്പർ ആ കാർ സൂക്ഷിക്കുന്നത് ഒരു ഇതിലാണ് സൂക്ഷിക്കുന്നത്. സൂപ്പറായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കറക്റ്റായ ഷോറൂം കണ്ടീഷനിൽ സൂക്ഷിക്കുന്നു പറയാം, അങ്ങനെ തന്നെ പറയാം. ഇത് മാരുതി ജെന്നാണേ. കാണുമ്പോൾ നമുക്ക് ഇതായിട്ട് തോന്നുന്നില്ലേ, വേറെ മോഡൽ പോലെ തോന്നുന്നില്ലേ? മാരുതി ജെന്നിൻ്റെ പഴയ മോഡലാണ്. ഏകദേശം 2002 മോഡലാണിത്. ഇത് ഫിയറ്റ് ഊണോ, ഇപ്പോൾ കളിക്കുന്ന ഊണോ അല്ല, ഈ കാറിൻ്റെ പേര് ഊണോ. അല്ല, ആ ഹാൻഡിൽ കണ്ടില്ലേ? ഇപ്പോഴത്തെ എല്ലാം ഫ്ലാറ്റായി കിടക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഹാൻഡിലുള്ള കാറുകളൊക്കെ നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കേട്ടില്ലേ, ഹമ്മറുടെ ഫ്രണ്ട് ബോണറ്റ്, ബോണറ്റില്ല, പമ്പർ. ഇതും ബെൻസിൻ്റെ ആണ് തോന്നുന്നു. ബെൻസിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ബെൻസിൻ്റെ പോലെ തോന്നുന്നുണ്ട്. ബെൻസിൻ്റെ പമ്പറും. ഇത് മാരുതി 800 1993 മോഡൽ കാറാണ്. അതിൽ എഴുതിയിട്ടില്ല, മാരുതി 800 എടുത്ത ലെജൻഡറി മാരുതി 800 1993 മോഡൽ കാറാണ്. ഇതാണ് ഇപ്പോൾ പയാനാടായത്. നമ്മൾ ഏകദേശം നമ്മൾ എക്സിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നോക്കണം. ഇല്ല ഗൈസ്, എക്സിറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഇല്ല ഇഞ്ചുഷ മ്യൂസിയം. ഇനിയും നമ്മളെ എൻജിൻ വേറെ ആ സാധനത്തിന് ഇതിലേക്ക് പോകണേ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണേ. ഇതിന് എൻട്രി കണ്ടില്ലേ ഗൈസ്? വാവ്, അടിപൊളിയായിട്ടുണ്ട് എൻട്രി കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ചെക്കന്മാരാണേ. നമ്മൾ ഇവരെ കൂടെയാണ് ഇപ്പോൾ വന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ആചാരങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. ഇത് കാറുമായിട്ട് ബന്ധമില്ലാത്തൊരു സംഭവമാണ്. തുളുനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളാണിത്. മറ്റേ കരണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സാധനം. ഇത് മറ്റേ വുഡൻ്റെ നമ്മൾ കൊടുവളം എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഇത് മറ്റേ അരമല്ലേ, നമ്മൾ മരം മുറിക്കുന്ന ആ സാധനം. ഇത് വുഡല്ല, മെറ്റലാണ്, അയണാണ്. ഇത് മറ്റേ കിണറിൽ നിന്ന് നമ്മൾ ഇത് എടുക്കില്ലേ, വെള്ളം കോരുന്ന ആ പുള്ളിക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു ഇത് നിഗമനം. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇതെന്താ സാധനം? ഇത് വില്ലാണ്, നമ്പും വില്ലിൻ്റെ വില്ലാണ് ആണെന്നാണ് തോന്നുന്നത്. അറിയില്ല എന്താ സംഭവം ഉള്ളത്, അറിയില്ല. ക്രിയേറ്റിവിറ്റി. ഒരു ചട്ടിയുണ്ട്. വാവ്, കണ്ടില്ലേ? ഹൗ ഈസ് ദിസ്? ഇത് മറ്റേ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനാണോ? കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എന്താണെന്നുള്ളത് അറിയില്ല. അത് അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ഷുഗർ കെയിൻ മെഷീൻ. ശരിയാണ്, ഇതിൽ ക്ലിയറായി കാണുന്നുണ്ടോന്ന് അറിയില്ല. ശരിയാണ്, ഷുഗർ കെയിൻ മെഷീൻ. എനിക്ക് കണ്ടപ്പോൾ ഞാനത് വായിക്കാതെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഷുഗർ കെയിൻ മെഷീൻ ആണെന്ന് എനിക്ക് തോന്നിയത്. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ. ഇത് ക്യാമറ ആണെന്നാണ് തോന്നുന്നത്. പണ്ടത്തെ ക്യാമറ ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ അറിഞ്ഞു വെച്ചതിൽ എനിക്ക് മനസ്സിലായത്. മറ്റേ ടെലിഗ്രാഫില്ലേ, അല്ല ടൈപ്പ് റൈറ്റർ, സോറി, ഇത് ടൈപ്പ് റൈറ്റർ. ഇത് അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് മോഡലായിരിക്കും. ഇത് അല്ല, ഇതാണ് അഡ്വാൻസ്ഡ് മോഡൽ. 1904 ഇറങ്ങിയ സാധനമാണിത്. ഇത് വന്നിട്ട് 1885 ഇറങ്ങിയ മോഡലാണ്. ടെലിസ്കോപ്പാണ് ഇത്. ഇതാണ് എഴുതിയിട്ടില്ല, പക്ഷെ ഇത് ക്യാമറയാണ്. ഇത് സാധനം ക്യാമറയാണ്. ഇത് കണ്ടില്ലേ, ഇതും ഏകദേശം ക്യാമറയാണ്. ആ ഗണ്ണ് പോലത്തെ കണ്ടില്ലേ, അതും ക്യാമറയാണ്. ഇത് പഴയ ടെലിഫോൺ.
ഇതും പഴയ ടെലിഫോണാണ്. ഇത് ടെലസ്കോപ്പാണ് ഈ സാധനം. ടെലസ്കോപ്പാണ് ഉണ്ടല്ലേ. ഇതും പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ രാജാക്കന്മാരുടെയും മതസ്ഥരുടെ ദൈവങ്ങളുടെ ഫോട്ടോ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ തോമസ് എഡിസൺ ഫോണോഗ്രാഫ്. ഇത് എഡിസന്റെ ഫോണോഗ്രാഫ് ആയിരുന്നു. അത് റെക്കോർഡിങ് ടൈം ഔട്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്ന സാധനം, നമ്മൾ വോയിസിൻ്റെ റെക്കോർഡ് ചെയ്യില്ലേ, നമ്മളിപ്പോൾ വോയിസ് റെക്കോർഡറൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ സാധനമാണ്. ഇത് മറ്റേ പോർട്ടബിൾ ഗ്രാമഫോൺ, മറ്റേ CD വെച്ചിട്ട് ആ സാധനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കല്ലേ, അതിൻ്റെ സാധനമാണ്. സോറി, ഇത് ഗ്രാമഫോണാണ്. ഇത് ഗ്രാമഫോൺ ഇതിൻ്റെ ഒരു സ്പീക്കറായിട്ട് വരും ഏകദേശം. ഇത് ചായ ഉണ്ടാക്കുന്ന സാധനമാണ്. ചായ ഉണ്ടാക്കാൻ പുതിയതായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കില്ല, അതിന് പകരം പഴയ കാലത്ത് ഉപയോഗിച്ച സാധനമാണിത്. ഇത് സോഡാ മേക്കർ ഗായ്സ്. പണ്ട് കാലത്ത് സോഡാ മേക്കർ ഉണ്ടല്ലേ, ഇതിങ്ങനെ വെച്ച് തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ഇല്ല, ഓട്ടോമാറ്റിക് ആണോ അറിയില്ല. വൈൻ ഗ്ലാസ് ബോട്ടിൽ, വൈൻ്റെ ഗ്ലാസ് ബോട്ടിലാണ് വൈൻ നമ്മൾ ഉണ്ടാക്കല്ലേ, അതിൻ്റെ ഗ്ലാസ് ബോട്ടിൽസാണിത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. പണ്ട് കാലത്ത് മറ്റേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്, എഴുത്തിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ സാധനം. ഇതും ഏകദേശം അത് തന്നെയാണ്. ഇതിപ്പോൾ അവർ വേറെ ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചാണ്. ഇതാണ് സാധനം, അത് വേറെ ഷീറ്റ് ഒട്ടിച്ച് വെച്ചാണിത്. പണ്ടത്തെ ആൾക്കാർ എഴുതി തെലുങ്കിൻ്റെ ഇതാണ്. ഇത് പണ്ടത്തെ ബുക്ക് കഴിക്കാനും സാധ്യത. ഇത് കോപ്പർ പ്ലേറ്റ് ഇൻസുലേഷൻ ചെയ്ത ഇൻസ്ക്രിപ്ഷൻ, കോപ്പർ പ്ലേറ്റിൽ എഴുതിയ സാധനമാണ്. മറ്റേ ചൈനയിലൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല റീൽസിലൊക്കെ, അതുപോലത്തെയാണ്. ഇത് നാണയങ്ങളാണ്, പണ്ടത്തെ ഈ നാണയങ്ങളാണ്, ഫുള്ളും നാണയങ്ങളാണ്. ഇത് പണ്ടത്തെ കറൻസിയാണ്, കറൻസീസാണ്. ഓരോ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് നൈജീരിയ, ഓരോ രാജ്യത്തെ കറൻസീസാണ്. അതിൽ തന്നെ എഴുതിയിട്ട് എപ്പോഴത്തെയാണെന്നുള്ളത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കറൻസീസ്. ഇതും ഏകദേശം അത് തന്നെയാണ്. ഇതും കറൻസീസ് അല്ല, ഇത് മറ്റേ പോസ്റ്റിൻ്റെ സ്റ്റാമ്പല്ലേ, സ്റ്റാമ്പിൻ്റെ കളക്ഷൻസാണ് ഇതൊക്കെ. ഇതെന്താ സാധനം, അവാർഡ്സാണ്. ഇവിടെ മറ്റേ മെഡലൊക്കെ കിട്ടില്ലേ, അതുപോലത്തെ സാധനമാണെന്നാണ് എൻ്റെ ഒരു ഇത്. സിവിലൈസേഷൻ അവാർഡ്സ്, ഇത് അവാർഡ് കിട്ടിയ കൊടുക്കുന്ന സാധനങ്ങൾ, മെഡൽസൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ സാധനങ്ങളാണ്. അതിൻ്റെ ഡോളറില്ലേ, അതാണ് ഇതൊക്കെ. ഓൾ ക്രിയേറ്റേഴ്സ് ഇതുകൊണ്ടില്ല ഓരോ ഇതാണ്. സൈറൻ ഐസ്, മറ്റേ സൈറൻ ഒയിന് കത്തില്ലേ നമ്മൾ സൈറൻ, ആ സൈറനാണ് ഈ സാധനം കാണുന്നത്, ഇതിൽ കാണുന്നത്. ഇതും അങ്ങനെ എന്തോ ഒരു സാധനമാണിത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതും വീഡിയോ ക്യാമറയാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് മനസ്സിലായത്. ഇത് പണ്ട് ഇതൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടല്ലേ മഞ്ജുഷ, ഈ മൂപ്പരുടെ ക്യാമറ കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു ഇത് മൂപ്പരുടെ പണ്ടത്തെ ഫോട്ടോ ആണ്. ഇത് ആളുടെ ലൈസൻസിൽ എടുത്ത ഫോട്ടോ ആയിരിക്കാനാണ് സാധ്യത. ഇത് കണ്ടില്ലേ, ഇതാണ് മറ്റേ എന്താ സാധനം, പേപ്പർ കട്ടിങ് മെഷീനാണോ ഇതാണ് സോറി, ഇതാണ് പേപ്പർ കട്ടിങ് മെഷീനാണ്. ഇത് നമ്മൾ പേപ്പർ ഇതിൽ വെച്ചിട്ട് ഈ സാധനം പൊന്തിച്ച് വെച്ച് കട്ട് ചെയ്യുന്ന സാധനമാണിത്. പണ്ടത്തെ ഡിസൈനിലുള്ളതാണ്. ഇതെന്താണെന്ന് നോക്കട്ടെ. ഇത് പ്രസ്സാണ് കഴിച്ചത്. നമ്മൾ മറ്റേ ഒരു പേപ്പറിന് മേലെ പേപ്പർ വെച്ച് ഒട്ടിക്കുന്ന പ്രസ്സിങ് സാധനമില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇത്. പീരിങ് ആണോ? യെസ് ഗൈസ്, നമ്മൾ ആ കാറിൻ്റെ മേലെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പീരിങ് ആണിത്. പണ്ടത്തെ ഈ ഗണ്ണിൻ്റെ സിസ്റ്റംസും നമ്മളിപ്പോൾ എയർ ഗൺ ഉപയോഗിക്കുന്ന ആ സാധനം പോലെയുണ്ട് ഓരോന്ന് കാണുമ്പോൾ. വുഡിൻ്റെ ഇത് കണ്ടില്ലേ, ഓൾഡ് റൈഫിലാണെന്ന് സാധനം.
പിസ്റ്റൽസ് കണ്ടില്ലേ, പിസ്റ്റൽസ് കണ്ടില്ലേ, ഡബിൾ ബാരൽ പിസ്റ്റൽസ് കണ്ടില്ലേ, പണ്ടത്തെ പിസ്റ്റൽസ് ഒക്കെ നോക്കിയാൽ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മറ്റേ പരിചയം കാണുന്നു. ഇതൊക്കെ നൈഫ് കത്തിയൊക്കെയാണ് ഗൈസ് കണ്ടില്ലേ. ഇത് മറ്റേ സ്വാഡ്സ് ആണ്, ഓരോ ഇതിൻ്റെ സ്വാഡാണ് ഇത്. സൈബർ ആർമി ഓഫീസറിൻ്റെ ഒരു ഇതാണ് ഈ രണ്ടാമത്തെ കണ്ടില്ലേ, ഈ സാധനം ആർമി ഓഫീസറിൻ്റെ ഒരു സാധനമാണ്. ഇതും ഓഫീസർ സ്വാഡാണ്. ഇത് ഓഫീസർ സ്വാഡ്. ഇത് ബ്രിട്ടീഷ് നേവീൻ്റെ സ്വാഡാണ്. ഇത് ഇപ്പുറത്തെ ഇത് ബ്രിട്ടീഷ് നേവീൻ്റെ സ്വാഡാണ്. പിന്നെ ഇത് ഫ്രാങ്കി സ്വാഡ് അങ്ങനെ തോന്നുന്നു. ഇതൊരു സ്വാഡാണ്. ഇത് റൈപ്പർ, ആ ഒരു സൂചി പോലെ സാധനമില്ല, ആ ഫൈറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനമില്ല, അതുപോലത്തെ ഒരു ടോം ആൻഡ് ജെറി കണ്ടുള്ള സാധനമാണിത്. ഇത് കട്ടാന ഉണ്ട് അവിടുത്തെ, അല്ല ഇത് മറ്റേ ആ വളഞ്ഞതായിട്ട് അറ്റാക്ക് ചെയ്യില്ലേ, ആ സാധനമാണ് ഇത്. ഇതൊക്കെ എല്ലാം ഒരു ഇത് കണ്ടില്ലേ, പഞ്ചാബ് സാധനങ്ങളും മഹാരാഷ്ട്ര അങ്ങനെയുള്ളത് അവരുടെ വാള് പരിചയം അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ ഏകദേശം പുറത്തെത്തി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഗാർഡൻ കണ്ടില്ലേ, ഗാർഡൻ അടിപൊളിയായിട്ടില്ലേ, ഗാർഡൻ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. ഇതും ഐഡിയൽ വിഷ്ണുവിൻ്റെ ഒരു പ്രതിമയാണ്. ഇതൊക്കെ ഹിന്ദു മതസ്ഥരുടെ ഒരു ദൈവങ്ങളാണ് ഈ സാധനം കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് എൻ്റെ തോന്നുന്നത്. പക്ഷേ ഇത് നമ്മൾക്ക് അപ്പുറത്ത് പോയി നോക്കാം, ഇതെന്താ സാധനം എന്നുള്ളത്. അപ്പുറത്ത് പോയി നമ്മൾ നോക്കാം. എക്സിറ്റ് കൂടെ പോവാണ്. വലുത് കണ്ടില്ലേ, പണ്ടത്തെ ലൈറ്റുകളൊക്കെ മറ്റേ വിളക്കില്ലേ, മറ്റേ പെട്രോമാക്സ് ലൈറ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ മറ്റേ പെട്രോമാക്സ് ലൈറ്റാണ്. ഇതാണ് വീഡിയോ ക്യാമറ. നമ്മളിപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന പോലെ പണ്ടത്തെ കാലത്ത് നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറകളാണ് ഈ സാധനം. ഇതിൻ്റെ നെയിം ബോർഡൊക്കെ നീണ്ടെങ്കിൽ വായിക്കായിരുന്നു. കാണുമ്പോൾ എനിക്ക് ക്യാമറ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ക്യാമറ പറഞ്ഞേ. പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തരണേ. ഇത് മറ്റേ ഫിലിം റൊട്ടേറ്റുള്ള സാധനം ക്യാമറ. ഇവിടെയാണ് അതിൻ്റെ ലെൻസ് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ എക്സിറ്റിലെത്തി. പുറത്ത് പോണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ QR കോഡാണ് അവരുടെ. അപ്പോൾ നമ്മൾ എക്സിറ്റ് എത്തി. ഇതാണ് ഗൈസ് പയാന മ്യൂസിയത്തിൻ്റെ പുറകുവശം ആയിട്ട് വരുന്നത്. ഇതാണ് ഗൈസ്. അപ്പോൾ പയാന മ്യൂസിയം എല്ലാവരും കണ്ടു എന്ന് ഞാൻ തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നാച്ചുറലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ ദിവസമായിട്ടുള്ള എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കുറേ റീൽസ് കണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത്. എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അത് എന്താണുള്ളത് നമുക്കെന്ന് അടുത്ത ഇതേപോലെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.